ഞാനൊന്നും പറഞ്ഞു മോളെ, അമ്മ കേസ് കൊടുത്താൽ നമുക്ക് അങ്ങനെ ഒരു ശീലവും ഇല്ല, കോടതി കയറി നാണക്കേടില്ലയോ? അപ്പം നമുക്കങ്ങനെ ഒരു ശീലവുമില്ല, നാണക്കേടല്ലയോ? ഇന്നലെ ഞാൻ അവള് തൂങ്ങിയ അതേ ഫാനില് എന്റെ കൈ വെച്ചിട്ട്, പക്ഷെ അവള് തൂങ്ങിയത് എന്റെ കയ്യിലാണ്. ആ കയ്യിൽ ഒരു കൊണ്ടുപോയിട്ടുണ്ട്, ഒരു കാവി കയ്യിൽ. അതായത് ഒരു നൈസായിട്ടൊരു ഇരവാദം. അതായത് ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അകത്തോ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തോ നമ്മുടെ വീട്ടിൻ്റെ അകത്തോ നമുക്ക് ഇതുവരെ പരിചയമില്ലായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, കോടതികളിൽ കയറിയിട്ടില്ല, ഇങ്ങനെയുള്ള കേസുകളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുപെട്ട ഒരൊറ്റ ആളും ഈ ഡിവോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ മാനം മര്യാദ എല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടത് പെണ്ണുങ്ങളായിട്ട് മാറുന്നത് വളരെ അത്ര ആശ്വാസകരമായിട്ടുള്ള കാര്യമോ ആശാസ്യകരമായിട്ടുള്ള കാര്യമോ അല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ യഥാർത്ഥ കൊലപാതകികൾ ആര്? ഈ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരുപാട് മഴകളിൽപ്പെട്ട ഒരു തരി തുള്ളി മാത്രമാണ്. കാരണം ഇന്നലകളിൽ പെയ്തു ഒഴിഞ്ഞ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു. ഇനി എത്രയോ പെയ്യാതിരിക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. ആ കണ്ണുനീരുകൾ ഇനിയും പെയ്യാതിരിക്കട്ടെ. അവസാനം നമുക്ക് ഇതുപോലെ പരിതപിച്ചുകൊണ്ട് 2-3 ദിവസം ഓർമ്മിക്കാം. അതിനുശേഷം അത് മറയും. അതിനുശേഷം അടുത്ത ആൾക്കാർ വരും. ആ ഒരു റൊട്ടീൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ തുടരും എന്നുള്ളൊരു പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹവും മൊത്തത്തിൽ, ഞാനും നിങ്ങളടങ്ങുന്ന സമൂഹമാണ് അതിനകത്ത്, കല്യാണം എന്നുള്ള ആ ഒരു വിൽപ്പന പരിപാടി അടക്കം എല്ലാത്തിലും അടിമുടി മാറ്റം ഇനിയും ഈ മാറിയ കാലത്ത് മാറ്റത്തിന് അനിവാര്യമാവേണ്ടതാണ്. ഇനി എന്താണ് ഈ അതുല്യക്ക് സംഭവിച്ചത്? ഷാർജയിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ നിന്നാണ് ഈ അതുല്യ കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു പിഞ്ചു കുഞ്ഞുമുണ്ട്. അപ്പോൾ ഈ നിലവിലാ വേട്ടക്കാരനായിട്ടുള്ള ആ ഹസ്ബൻഡ് പറയുന്ന കാര്യത്തിനെ കാട്ടിലും എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വലിയ കാര്യം അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയാം, ഇത് എന്താണ്? മോടെ നിർബന്ധക്കാരൻ എന്നോട് പറഞ്ഞാൽ, അന്ന് അവിടെ അച്ഛൻ ഗൾഫില്ല, സൗദിയില്ല. അപ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, കേസ് കൊടുക്കണമെന്ന്. ഞാനൊന്നും പറഞ്ഞു മോളെ, അമ്മ കേസ് കൊടുത്താൽ നമുക്ക് അങ്ങനെ ഒരു ശീലവും ഇല്ല, കോടതി കയറി നാണക്കേടില്ലയോ? അപ്പം നമുക്കങ്ങനെ ഒരു ശീലവുമില്ല, നാണക്കേടല്ലയോ? ആദ്യം ആ പെൺകുട്ടിയുടെ ജീവിതം എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ ഉപദ്രവിച്ച് നശിപ്പിക്കുന്നു, അമ്മ കേസ് കൊടുക്കൂ, അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അവിടെ സൗദിയിൽ അവിടെ ജോലി എന്തോ ആണെന്ന് പറയുന്നു. അപ്പൊ ആരാടെ ഇത് ഈ കുട്ടിയെ കൊലക്ക് കൊടുത്തത്? നിങ്ങൾ പറ, ഇനി നിങ്ങൾ തന്നെ പറ, ആരാ കൊലക്ക് കൊടുത്തത്? വേറെ ആരുമല്ല, ഒരു സൈക്കോയുടെ കൂടെ, ഒരു സൈക്കോ ഷമ്മി എന്നുള്ളൊരു കഥാപാത്രത്തിന് നമ്മൾ ഫഹദ് ഫാസിലിന്റെ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വലിയ സൈക്കോയുടെ കൂടി ആ പെൺകുട്ടി ജീവിതം നശിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അമ്മയോട് പറയും. അമ്മ പറയുന്നത് എന്താ? അവൾ പറഞ്ഞിരുന്നു, അമ്മയുടെ ഓക്കെ ഇത് നഷ്ടപ്പെട്ടത് അമ്മയ്ക്കും അച്ഛനൊക്കെ തന്നെയാണ്. പക്ഷേ അമ്മയുടെ മുഖത്ത് എത്രത്തോളം ഓക്കെ, ചിലപ്പം മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ചില ആൾക്കാരുടെ ഇമോഷൻസ് പുറത്തു വരത്തില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണ്, നമുക്ക് ആയിരിക്കാം. പക്ഷേ അവർ പറയുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിന് നാണക്കേടല്ലേ, സഹിക്ക്, അതായത് നീ സഹിക്ക്, നമ്മുടെ കുടുംബത്തിനൊക്കെ നാണക്കേടാണ്. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇറങ്ങിപ്പോയില്ലേ? എങ്ങോട്ട് ഇറങ്ങിപ്പോയത്? ജീവിതത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അത് പോയില്ലേ? എന്തായിരുന്നാലും ആ വ്യക്തിയുടെ സ്വഭാവ ഗുണത്തിനെ കുറിച്ചും അയാളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ചും ആ പെൺകുട്ടി വീട്ടുകാർ അറിയിച്ചിരുന്നു. അത് ന്യായമായ കാര്യമാണ്, ആ കുട്ടി അറിയിച്ച കാര്യമാണ്. ആ അറിയിച്ചതിന് ശേഷവും അതിനകത്ത് ആ ജീവിതം തുടരാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നതിനകത്ത് വീട്ടുകാർക്ക് വ്യക്തമായ പങ്കുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സമൂഹത്തിൻ്റെ അകത്ത് ഈ സ്ത്രീകളും പുരുഷന്മാരും, ഞാനിപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അഫക്റ്റഡ് ആവുന്നുണ്ട്, എങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളിൽ തന്നെയല്ലേ? അത്രമാത്രം സൈക്കോസിസ് കാണിച്ചിട്ടുള്ള ഇവന്റെ വർത്തമാനം കൂടെ കേൾക്കണം. ആരുടെ? ഇവരുടെ മരുമകനായിട്ടുള്ള, ഈ ഘാതകനായിട്ടുള്ള, ഈ വേട്ടക്കാരനായിട്ടുള്ള, ഈ കൊലയാളിയായിട്ടുള്ള അവന്റെ ശബ്ദം കൂടെ കേൾക്കണം. അതുല്യ മരിച്ചതിന് പിന്നാലെ ആത്മഹത്യാ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ട ഭർത്താവ് സതീഷ്. പോസ്റ്റ് ഇട്ടുള്ളോ? ചത്തില്ലേ? വേഗം ചാവ്. എന്തിനാണ് ഈ ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കുന്നത്? ചാവ്, നീ ചത്ത് നീ തൊലഞ്ഞു പോകും. ഞാനും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി സതീഷ് ഞാനും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ള ഇത് പറയേ, കേൾക്കോ? വീക്കെൻഡിൽ ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പം അജുമാൻ എന്റെ സുഹൃത്ത് വിളിച്ച് ഞാൻ പോവാന്നും പറഞ്ഞു പോയി. ഒറ്റ ചാവി ഉള്ളായിരുന്നു. ആ ചാവി കുഞ്ഞു അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ഞാൻ പുറത്തു പോയി. 12-1 മണിയായി കാണാൻ സമയത്ത് ഞാൻ ഇറങ്ങി പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണുന്ന കാര്യം വെച്ചാൽ കുഞ്ഞ് ഹാങ് ചെയ്തിട്ട് കാലിങ്ങനെ സിമ്പിളായിട്ട് അവളിങ്ങനെ മടങ്ങി നിൽക്കുവോ. ഒരു ചവിട്ടാവുന്ന അത്ര ഹൈറ്റിലാണ് അവള് ഹാങ് ചെയ്തേക്കുന്നത്. ചവിട്ടാവുന്ന മാത്രം ഹാങ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ വന്ന് കാണുന്ന വേറെ, ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല, എനിക്ക് വെപ്പാളത്തിൽ ശ്രദ്ധിച്ചില്ല, പിന്നീടാ ശ്രദ്ധിക്കുന്നത്. 3 പേര് പിടിച്ച അനങ്ങാത്ത എന്റെ കട്ടില്
നിന്റെ വീട്ടിനകത്ത് വേറെ ആൾക്കാർ വന്ന് ആ പെൺകുട്ടിയെ കൊന്നു വരുത്തി തീർക്കാനല്ലേ? അതായത് ദുരൂഹത ഉണ്ടാക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ദുരൂഹമായിട്ടുള്ള സാഹചര്യം. ഒന്നാമത്തെ കാര്യം, ഞാനൊരു കാര്യം പറയാം, ഇവിടത്തെ പോലെയൊന്നുമല്ല. നമ്മുടെ പ്രത്യേകിച്ച് എബ്രോഡൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ എല്ലാം കറക്റ്റായിട്ട് കണ്ടെത്തുന്ന സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചുമ്മാ കൊന്നിട്ട് പോകാനൊന്നും പറ്റത്തില്ല. 3 പേര് പിടിച്ചിട്ടും അനങ്ങാത്ത കട്ടിൽ അനങ്ങി. അതെങ്ങനെ അനങ്ങി? പിന്നെ ഇയാൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ വീക്കെൻഡിൽ മദ്യപിക്കും. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. പ്രവാസികളായിട്ടുള്ള ആൾക്കാർ പ്രവാസ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നാൾ നിന്നിട്ടുള്ളതെങ്കിൽ എനിക്കറിയാം. ആ ഒരു വീക്കെൻഡ്സിൽ, അതായത് വെള്ളിയാഴ്ചയാണ് മുൻകാലത്ത്, ഇപ്പോൾ അവധി മാറിയെന്ന് കേൾക്കുന്നു, ആണോ എന്ന് എനിക്കറിയത്തില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യും. കാരണം വെള്ളിയാഴ്ചകളായിരുന്നു ഞാൻ ദുബായിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പോൾ വെള്ളിയാഴ്ചകളായിരുന്നു അവധി. അപ്പോൾ വെള്ളിയാഴ്ചകൾ എന്ന് പറയുമ്പോഴേക്കും ആ തലേ ദിവസം വന്നിട്ട് ചിലപ്പോൾ ഈ മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മദ്യപിക്കും. അവരുടെ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ ഈ അടിപിടി കൂടാനുള്ള പരിപാടികളൊന്നുമല്ല. പക്ഷേ ഇവിടെ ഇയാളുടെ വീഡിയോ പുറത്തു വന്നതല്ലേ, ഈ മറ്റേ കസേര എടുത്തുകൊണ്ട് വന്ന് ആ കുട്ടി വേദനിച്ച് കിടന്ന് നിലവിളിക്കുന്നത് അടക്കമുള്ള വീഡിയോയും വിഷ്വൽസൊക്കെ പുറത്തു വന്നതല്ലേ? അതൊക്കെ പിന്നെ ആരുടെ ചെയ്തേ? അതൊക്കെ വേറെ ആരെങ്കിലും ചെയ്താണോ? ചാത്തം വന്ന് മറ്റേ ഇപ്പോഴത്തെ ആരാധന തന്നെയാണ്. ഞാൻ ഹാങ് ചെയ്തു. അതുല്യ എന്നുള്ള മൈൻഡ് സഹിക്കാൻ വയ്യത. ഞാൻ ഇന്നലെ ഞാന് അവള് തൂങ്ങി അതേ ഫാനില് എന്റെ കയ്യിൽ വെച്ചിട്ട്, പക്ഷെ അവള് തൂങ്ങിയത് എന്റെ കയ്യിലാണ്. ആ കയ്യിൽ ഒരു കൊണ്ടുപോയിട്ടുണ്ട്, ഒരു കാവി കയ്യിൽ. അതായത് ഒരു നൈസായിട്ടൊരു ഇരവാദം. അതായത് അതുല്യം മരിച്ച സ്ഥലത്ത് തന്നെ ഞാൻ കയറി മരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, എനിക്ക് അവൾ പോയതിനു ശേഷം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒരു സൈക്കോ തന്നെയാണ്, ഒരു പക്കാ സൈക്കോയുടെ കൂടെ ആ പെൺകുട്ടി കൊല്ലം സ്വദേശിനിയായിട്ടുള്ള അതുല്യ. ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത് നിരന്തരമായിട്ടുള്ള പരിപാടിയാണ്. ഈ പെൺകുട്ടി അവരുടെ കുറേയധികം സുഹൃത്തുക്കളുടെ ഒക്കെ വീഡിയോസൊക്കെ പുറത്തു വന്നതിനകത്ത് മനസ്സിലാക്കുന്നത്, ഈ പെൺകുട്ടി നിരന്തരമായിട്ട് ഇയാളാൽ ആക്രമിക്കപ്പെടുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ടോർച്ചർ നിരന്തരമായിട്ട് ഏറ്റുവാങ്ങുകയും അതിനുശേഷം ആ സുഹൃത്തുക്കളോടൊക്കെ ഇത് പറയും. ഈ വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം മാത്രമാണ് ഈ പെൺകുട്ടി മറ്റുള്ള സുഹൃത്തുക്കളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, സമൂഹത്തിൻ്റെ അതിപ്പം നമുക്കൊന്നും ഇതൊന്നുമില്ല, നമുക്ക് കോടതി കേസ് മറ്റൊന്നും മറിച്ച് നാണക്കേട്. ഞാൻ ഇനിയെങ്കിലും ഈ കേൾക്കുന്ന അച്ഛനമ്മമാർ, നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ, ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ആണ് തന്നെയാണ്, ഞാനൊരു കാര്യം പറയട്ടെ. പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കടമ തീർക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടി ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഇനി സമൂഹത്തിൻ്റെ അകത്ത് ഇനി അവൾ എന്താണ് വീട് നിറഞ്ഞു നിൽക്കുകയോ, മറ്റേ തല തട്ടുന്ന രീതിയിലേക്ക് വളർന്ന് മൂക്കിൽ കൂടെ പല്ലും മുളച്ചൊക്കെ നിൽക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു തോന്നൽ വന്ന് അങ്ങനെ ഒരു ലെവലിലേക്ക് മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്കെങ്കിൽ ഒരു കാര്യം ചെയ്യും, ജനിപ്പിക്കേണ്ട. അതിന് മുമ്പ് കൊന്നു കളഞ്ഞു. അതല്ല, ജനിപ്പിച്ചു കളഞ്ഞു. ആ ഒരു പെൺകുട്ടി തന്നെയാണെന്ന് വിചാരിച്ചോ, അത് വളരുന്നു. അതിന് വിദ്യാഭ്യാസം കൊടുക്കുക, അതിന് സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി തുടക്കത്തിലേ പഠിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ ബന്ധങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതിൻ്റെ ജീവിതം, അതിൻ്റെ പ്രൊഫഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയതിനു ശേഷം എവിടെയെങ്കിലും അതിനൊരു കല്യാണം അല്ലെങ്കിൽ സ്വയംവരം, അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി അത്രത്തോളം ഇതൊക്കെ തോന്നിയ ഒരു ഫ്രണ്ട്സ് ആവാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അപ്പോഴും നിങ്ങൾക്ക് നോക്കുമ്പോൾ ശനിയും ചൊവ്വയും തമ്മിൽ ചേർത്തില്ല, കുജനും ശുക്രനും തമ്മിൽ ചേർത്തില്ല, മറ്റേ ചൊവ്വ മറ്റേ അടിയന്തരത്തിന് പോയിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ 10 വർഷം കഴിയും എന്നൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കി, മറ്റുള്ള കാര്യങ്ങൾ നടത്തി. ഇനി എല്ലാം കൂടെ നോക്കി നല്ല രീതിയിൽ പുങ്കവൻ എന്ന് കണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരുത്തിന് കെട്ടിക്കൊടുത്തൊരു പെൺകുട്ടിയുടെ അവസ്ഥ. അതായത് എല്ലാ സാമ്പത്തികമുണ്ട്. എന്താ ആക്ച്വലി പെൺകുട്ടികളുടെ വീട്ടുകാർ തന്നെയാണ് ഈ കച്ചവടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ. ഈ സത്യം പറഞ്ഞാൽ ഇത്തിരി വിദ്യാഭ്യാസമോ മറ്റുള്ള കാര്യങ്ങൾക്കും അപ്പുറം ഇവരുടെ മറ്റേ പയ്യൻ്റെ വീട്ടിൽ ഉണ്ടാവുന്ന കോടാനുകോടി സ്വത്തും മറ്റതും മറിച്ചതൊക്കെ കണ്ട് മനം മയങ്ങി അവസാനം പെണ്ണിനെ കൊണ്ടങ്ങ് വിൽക്കും. അവസാനം അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് എല്ലാം കാണിക്കുമ്പോഴത്തേക്കും അപ്പോഴും പറയും, അയ്യോ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ അച്ഛൻ്റെ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ്, മറ്റേ നമ്മുടെ ബന്ധുക്കളൊക്കെ അറിഞ്ഞ് നാണക്കേട് ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ മൊത്തത്തിൽ ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ തൊലി പൊളിച്ച് പല്ല് വലിച്ചിളക്കി കൈകളിനെ മുറിച്ച് ഒക്കെ അവനങ്ങ് ആസ്വദിക്കും. അത് കണ്ടിട്ടും ഇപ്പോഴും പറയും, അയ്യോ ആരോടും പറയരുത്, ഇതൊക്കെ അറിഞ്ഞ നാട്ടുകാരറിഞ്ഞ നാണക്കേടാണ്, നമ്മൾ നോക്കി ചിരിക്കില്ലേ? അതുകൊണ്ട് ഒന്നാം പ്രതികളായിട്ട് വരുന്നത് ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും എല്ലാ സ്ഥലങ്ങളിലും. അതല്ല, അവരുടെ അടുത്ത് പറയണം, എടി നിനക്ക് പറ്റത്തില്ലേ, നിന്റെ ജീവൻ നിന്നെ തുലയ്ക്കുവാണോ, നീ കളഞ്ഞിട്ട് വാ എന്ന് പറയാൻ പഠിപ്പിക്കണം. അത് ആണായാലും ശരി പെണ്ണായാലും ശരി, നിങ്ങളെ കൊണ്ട് പറ്റാത്ത ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകാൻ സമ്മതിക്കണം. ഇറങ്ങി പോവുകയും വേണം. പോയിട്ടില്ല എങ്കിൽ നാളെ ഇതുപോലത്തെ വാർത്തകളിൽ നിന്ന് ഇതുപോലത്തെ ഞങ്ങളെപ്പോൾ ആൾക്കാർ ഇന്ന് വർത്തമാനം പറയും. അല്ലാതെ എന്തോ സംഭവിക്കാൻ ഞാൻ സംസാരിച്ചുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് ഈ ഒരു സാഹചര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, അതുപോലെ നിങ്ങളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വളർത്തുന്നത്. നാളെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, കൊണ്ടുവന്ന് ജീവിക്കൽ എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. കൊണ്ടുവന്നല്ല, ഒരാൾ മറ്റൊരാളുമായിട്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജീവിതം തുടങ്ങിയിട്ട് അവർക്ക് തമ്മിൽ മ്യൂച്വലി മുന്നോട്ട് പോകാൻ പറ്റുന്നിടത്തോളം മുന്നോട്ട് പോവുക. പറ്റത്തില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോവുക, 2 വഴിക്ക് പോവുക. ആ 2 വഴിക്ക് പോയ ശേഷം വേറെ ബന്ധങ്ങൾ ഉണ്ടാകുമോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക. ഇവിടെ മൊത്തം എല്ലാം ഒരാൾ, ഒരു വൺ വിമൻ മാൻ, 1 man
എന്താണ് വിമൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൊതുവായിട്ടൊരു തത്വം നിലനിൽക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്ത ബന്ധങ്ങൾ എന്തിനടേ ചുമക്കണം? അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെയുള്ള സംഭവമൊക്കെ വേണം. സമൂഹത്തിൽ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് കുടുംബ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആവശ്യമാണ്. ഒരു പരിധി വരെ ആ പരിധിക്ക് കടന്നു പോയിട്ട് പിന്നെ നിരന്തരമായ ടോർച്ചറൊക്കെ ആരനുഭവിക്കാനാണ്? അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാലഘട്ടം മാറുന്നു. കുട്ടികളെ ഇനിയെങ്കിലും പഠിപ്പിക്കുക. പെൺകുട്ടികൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്ക് പെണ്ണുണ്ടായിപ്പോയി, അയ്യോ എനിക്ക് പെണ്ണുണ്ടായിപ്പോയി, ചിലരെ പറഞ്ഞേക്കാം. ഇനി ഇവിടെ ഈ സ്വർണ്ണം ഉണ്ടാക്കും, ഇവിടെയൊക്കെ പണം ഉണ്ടാക്കും. സമൂഹത്തിന്റെ നിലനിൽപ്പും സാമൂഹിക ചുറ്റുപാടുകളുമാണ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഈ അച്ഛനമ്മമാർ ചിന്തിക്കുന്നത് എന്തിനാ? ഈ പണം ഈ കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പണം ആ കുട്ടിക്ക് പഠിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അവളെ സ്വന്തം നിലനിൽപ്പ് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അവൾ കണ്ടെത്തിക്കൊള്ളൂലേ? എന്തിനാ ഇത്രയും സംഭവം? എന്താണ് കെട്ടി ഉടനെ കൊച്ചുണ്ടാക്കിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് മറ്റേ പ്രൊഡക്ഷൻ ഇതായിട്ട് മാറാനാണോ? ഒരുപാട് നമുക്ക് ഓരോ കടമകളില്ലേ സമൂഹത്തിനോട്? അത് പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെങ്കിലും എല്ലാവർക്കും ഒരു കടമയുണ്ട്. കല്യാണം എന്നുള്ള സിസ്റ്റം തന്നെ മാറണം. അതൊരു അപരിഷ്കൃതമായിട്ടുള്ള കാട്ടാള പരിപാടിയാണ്. ഓക്കെ, അതിനകത്ത് നഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടിയൊക്കെയാണ്. ഒരു പെണ്ണിനെ വേറൊരു വീട്ടിലേക്ക് പറിച്ചിടുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അടക്കമുള്ള ആണുങ്ങൾ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഈ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്നും ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുന്നു. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വീട്ടുകാരെയൊക്കെ വിട്ട് നമ്മൾ കരഞ്ഞു വിളിച്ച് പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. പെണ്ണിന്റെ അച്ഛൻ, പെണ്ണിന്റെ അമ്മ, അവരാണ് നമ്മൾ അന്ന് മുതൽ കാണുന്ന ആൾക്കാർ. പെണ്ണിന്റെ വീട്ടുകാരും ആ ചുറ്റുപാടുമാണ് നമ്മുടെ നിരന്തരമായിട്ട് ബന്ധം. വല്ലപ്പോഴും മാത്രം സ്വന്തം വീട്ടിലേക്ക് വരാനും പോകും. ചില നിയന്ത്രണങ്ങൾ, നിബന്ധനകൾ ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള സംവിധാനം. ആ സംവിധാനം എന്നേ മാറേണ്ടതാ. ഇന്നത്തെ ഒരുപാട് തലമുറയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിവിങ് ടുഗദർ എല്ലാം അടിപൊളി എന്ന് ഞാൻ പറയത്തില്ല. ഈ മറ്റുള്ള ഭയങ്കര നവോത്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും വ്യക്തികൾ തമ്മിൽ നല്ല മാനസിക അടുപ്പവും വളരെ ദീർഘമായ ബന്ധത്തിന് ശേഷം ഉള്ള ഒരു ഇടപാട്, സാമ്പത്തികമല്ല, വൈവാഹികവും അല്ല, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള പങ്കാളികൾ ഒരു തിരഞ്ഞെടുപ്പ്, അത് അങ്ങനെ വ്യക്തികൾ തമ്മിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. അതിനകത്ത് അപ്പനമ്മമാർ കണ്ടെത്തി കൊടുക്കേണ്ടതൊന്നും അല്ല. എന്തായാലും ആ കുട്ടിക്ക് എന്താ പറയാ, ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചിട്ട് എന്തുപോയി ചെയ്യാൻ? എന്തായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളെങ്കിലും മാറി. നിങ്ങളുടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ വല്ല അനുഭവിക്കുന്നെങ്കിൽ പലരുടെയും പ്രശ്നം വീട്ടുകാർ തന്നെയാണ്. അവൻ പറഞ്ഞു കേട്ടില്ലേ, അവൻ അവിടെ തൂങ്ങിച്ചാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ സെന്റിമെന്റ്സ് വരും. അവൾ അങ്ങനെ കാണിച്ചിട്ടായിരിക്കില്ല അവരെങ്ങനെ ചെയ്ത് എന്നൊക്കെ വരും. എന്തായാലും ഒന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിലൊക്കെ കമ്പോസ് ചെയ്യപ്പെടുന്നത് അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.